ഹായ്, എല്ലാവർക്കും നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാനായിട്ട് ഒരു 4 സവാള, 2 തക്കാളിപ്പഴം, 3 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില. ഈ ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്, കുഞ്ഞരിയാണ്. അപ്പം ഇതുകൊണ്ടാണ് ഞാനിന്ന് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊരു ഏകദേശം ഒരു 2-2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കാം. ചോറിന് വേറെ ഓൾറെഡി ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് തുറന്നു നോക്കാം. ഈ സവാള വഴന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാനൊക്കത്തുള്ളൂ. ഇതിൻ്റെ കൂടെ തക്കാളിപ്പഴം ഇട്ട് നമ്മൾ ഒരിക്കലും വഴറ്റരുത്. കാരണം എന്ന് വെച്ചാൽ തക്കാളിപ്പഴത്തിന് വെള്ളം ഉണ്ട് അതിനകത്ത്. ആ വെള്ളം ഇറങ്ങും. അപ്പോൾ പൊടികളൊന്നും മൂക്കത്തില്ല. അപ്പോൾ നമുക്കിതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. മസാലയൊക്കെ നല്ലതുപോലെ ആ സവാളയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഞ്ച് തട്ടിയിടാം. അപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ആ മസാലകളെല്ലാം ഉപ്പിട്ടിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റി ഇനി ഇതിനകത്തോട്ട് നമുക്ക് കൊഞ്ച് തട്ടിയിടാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച്. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് ഇടുന്നുണ്ട്. പോരാത്തത് അതിനകത്ത് നമുക്ക് ബാലൻസ് ചെയ്യാം. ഇനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇതൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് തക്കാളിപ്പഴം അരിഞ്ഞത് ചേർക്കാം. ഇത് ഇവിടെ തുറന്ന് നോക്കാം. മസാലയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിപ്പഴം, ഒരു വലുതും ഒരു ചെറിയ തക്കാളിപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇത് കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. കൊഞ്ച് മസാല തയ്യാറായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ വേവട്ടെ. അപ്പം നമ്മുടെ മസാലയൊക്കെ പരുവമായി. ഇപ്പം നമ്മുടെ ജീരക റൈസ് അളന്നിടണേ. ഒരു 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 1.5 ഗ്ലാസ് അരി എടുത്ത് ഈ ഗ്ലാസ്സിന് തന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അരി അളക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ വെള്ളവും അളന്നെടുക്കണം. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലാണ് വെള്ളം അളന്നെടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ അളന്ന ഈ ഗ്ലാസ്സിലായിരുന്നു ഞാൻ അരി അളന്ന് വെച്ചത്. അപ്പോൾ ഇതിനകത്ത് 4 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ഞാൻ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നെയ്യ് നമുക്ക് ചേർക്കാം. 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 3 ഏലക്ക, കുറച്ച് പട്ട,
കുറച്ച് പെരിഞ്ജീരകം, പിന്നെ 2 കുരുമുളക്. കുറച്ച് മതി. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരി തട്ടിയിടാം. നല്ലോണം വറുത്ത് കൊടുക്കണം. നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് വെച്ച് തിളപ്പിക്കുന്നത്. അത് നമ്മൾ ഇതിനകത്ത് ഫുള്ള് ഒഴിക്കേണ്ട, പകുതി ഒഴിച്ചാൽ മതി. കാരണം അരി ചിലപ്പോൾ വെന്ത് കുഴയുമോ എന്നറിയത്തില്ല. നമുക്കൊരു പരുവം ഉണ്ടല്ലോ. എന്നാലും വെള്ളം വെച്ചേക്കണം. അരി വെന്തില്ലെങ്കിൽ ബാക്കി വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തിളപ്പിച്ച ആ വെള്ളം ഒഴിക്കാം. വെള്ളവും ചേർക്കണം, ഉപ്പും ചേർക്കണം. ഇനി ഈ വെള്ളം നമുക്ക് അരിയിലോട്ട് എടുത്ത് ഒഴിക്കാം. കുറേശ്ശെ ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഒരു ഗ്ലാസ് വെള്ളത്തോളം മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. വേണമെങ്കിൽ പിന്നെ മൊത്തം ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അരി ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഉപ്പിടണം. 1.5 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. കണ്ടോ, കുഞ്ഞ് അരിയാണ്. കണ്ടോ, നമ്മളിത് ഊറ്റിക്കളയുന്നില്ല. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. നല്ല ആവി പറക്കുന്ന ചൂട് ചോറ് റെഡിയായിട്ടുണ്ട്. കണ്ടോ, വെന്ത് നല്ല പരുവമായിട്ടിരിക്കുകയാണ്. ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മസാല ആഡ് ചെയ്യണ്ടേ. കുറച്ച് ചോറ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി ചോറ് ഇതിനകത്തോട്ട് തട്ടിയിടാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കാം.